കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫണ്ടമെൻ്റൽ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരാണ്. അതിന് ഒരുപാട് അനുഭാവികളുണ്ട്. ഈ വളർച്ചയുടെ പിന്നിലെ യാത്രയെക്കുറിച്ചൊന്ന് പറയാമോ? നമസ്കാരം. 15ാം വാർഷികം ആഘോഷിക്കുന്ന പ്രവാസി ചാനലിൻ്റെ ദി ഗോൾഡൻ അവർ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂജേഴ്സിയിലെ മലയാളി സമൂഹത്തിൻ്റെ ശക്തമായ ശബ്ദവും വർഷങ്ങളായി സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യവുമായ ഒരു മഹാസംഘടനയാണ് കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിലെയും ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിലെയും ആയിരക്കണക്കിന് മലയാളികളെ ഒരുമിപ്പിക്കുന്ന സംസ്കാരവും സൗഹൃദവും സേവനവും ഒത്തൊരുമിപ്പിച്ച ഈ സംഘടനയുടെ ഈ വർഷത്തെ നേതൃനിര ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രസിഡന്റ് വിജയ് നമ്പ്യാർ, ജനറൽ സെക്രട്ടറി ജോർജി സാമുവൽ, ട്രഷറർ ഖുർഷിദ് ബഷീർ, വൈസ് പ്രസിഡന്റ് ടോം നെറ്റിക്കാടൻ, ജോയിന്റ് ട്രഷറർ ദയാശ്യാം നമ്മുടെ കൂടെയുണ്ട്. ജോയിന്റ് സെക്രട്ടറി കൃഷ്ണപ്രസാദിന് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് കാരണം ഇന്ന് നമ്മുടെ കൂടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് വിജയനോട് തന്നെ ചോദ്യം ചോദിച്ചു തുടങ്ങാം. വിജയ്, കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി ഇന്ന് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ വളർച്ചയുടെ പിന്നിലെ യാത്രയെക്കുറിച്ചൊന്ന് പറയാമോ? കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫണ്ടമെൻ്റൽ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരാണ്. അതിന് ഒരുപാട് അനുഭാവികളുണ്ട്. അത് പഴയ പ്രസിഡൻസ് ആണെങ്കിലും നമുക്ക് ബാക്കിയുള്ള പഴയ വെറ്ററൻസ് ആൾക്കാർ ഒരുപാട് കാലമായിട്ട് ഇവിടെ ഉള്ളവർ ഇതിൻ്റെ സ്റ്റാർട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 40 കൊല്ലമായി നമ്മൾ. അപ്പോൾ അവരിപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് എ ഹ്യൂജ് ടീം ഔട്ട്സൈഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് കാഞ്ച്, റൈറ്റ്? പിന്നെ അതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു 30-40 റേഞ്ചിലുള്ള ഒരുപാട് ഫാമിലീസ് കുറേ ന്യൂജേഴ്സിയിലൊക്കെ വന്നു. അപ്പോൾ അവരുടെ ഇൻവോൾവ്മെൻറ്റും ഭയങ്കരമായിട്ട് നമ്മളെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഐ തിങ്ക് ദ ഫണ്ടമെന്റൽ ഇസ് ദാറ്റ് സപ്പോർട്ട് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഔട്ട്സൈഡ് ദ ടീം, റൈറ്റ്? ബിക്കോസ് 11 പേര് അല്ലെങ്കിൽ 14 പേര് കമ്മിറ്റിക്ക് വെച്ച് നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് സപ്പോർട്ട് വേണം, വിച്ച് ഇസ് വാട്ട് ദ സ്ട്രെങ്ത് ഓഫ് കാഞ്ചസ്. വി ഹാവ് എ ഹ്യൂജ് ഗ്രൂപ്പ് ഓഫ് വോളണ്ടിയേഴ്സ്. അവർ നിന്ന് സഹായിക്കും. വി മേക്ക് ദാറ്റ് ഫൺ ആക്ടിവിറ്റി. നമ്മൾ ആ ഒരു കൾച്ചറിലും അങ്ങനത്തെ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കുന്നു. എല്ലാവർക്കും വന്ന് അത് ചെയ്യുമ്പോൾ അവർ എൻജോയ് ചെയ്യുന്ന മാതിരി ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കുന്ന കാരണമാണ് കാഞ്ചൻ അങ്ങനെ ഉണ്ടാവുന്നത്, ആ വോളണ്ടിയേഴ്സ്. സോ വി ട്രൈ ടു മെയിൻറ്റെയിൻ ദാറ്റ്, ട്രൈ ടു ക്രിയേറ്റ് ദാറ്റ് ഫൺ സ്പേസ് വെർ യു കൻ മേക്ക് ഫ്രണ്ട്സ്, കിഡ്സ് ക്യാൻ മേക്ക് ഫ്രണ്ട്സ്, കിഡ്സ് ക്യാൻ ലേൺ ദ കൾച്ചർ ആൻഡ് ഓൾ ദോസ് തിങ്സ്. അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് കാഞ്ചിൻ്റെ സ്ട്രെങ്ത്. അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ വർഷത്തെ നിങ്ങളുടെ വിഷൻസ് ആൻഡ് പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്? വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് പരിപാടികൾ നമ്മൾ ലാസ്റ്റ് 2 years 3 years ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. കിഡ്സിൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും അങ്ങനെ ഒരുപാട് കിഡ്സ് ഫോക്കസ് ഇവൻറ്റ്സ് ഉണ്ട്, വിച്ച് വിൽ കണ്ടിന്യൂ ടു ഡു ദാറ്റ്. നമ്മൾ അതിൻ്റെ കൂടാതെ അവിടെ എങ്ങനെയാണ് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കുക എന്ന് നോക്കുന്നുണ്ട് കുട്ടികളുടെ സൈഡിൽ നിന്ന്. അത് മാത്രമല്ല ഇക്കൊല്ലം എസ്പെഷ്യലി കൺസിഡറിങ് നമ്മുടെ ഈ വേൾഡിൽ നടക്കുന്ന സംഭവങ്ങളും ഇമിഗ്രേഷൻ ഇഷ്യൂസും വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഇവൻറ്റ്സ് എന്താണ് ചെയ്യാൻ പറ്റുക. ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് യൂണിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് എൽസ്. അപ്പോൾ അത് നമുക്കതിനെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു എൻ്റർപ്രണേഴ്സ് സമ്മിറ്റുമാകത്തെ ഒരു ഇവൻ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബിസിനസ്സിൽ ഇറങ്ങാൻ ആഗ്രഹമുള്ളവരും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഇവൻറ്റും എങ്ങനെ അവരിൽ നിന്ന് പഠിക്കാം, അങ്ങനത്തെ ഒരു പ്രോഗ്രാം. അതിൻ്റെ ഫുൾ ഇതായിട്ടില്ല, ഞങ്ങളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ മീഡിയ ഞങ്ങൾക്ക് ഒരുപാട് പുതിയ ഐഡിയകളുണ്ട്. അതെങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് കൂട്ടാം, അല്ലെങ്കിൽ കൂടുതൽ അതെങ്ങനെ അതിപ്പോൾ ഓഫ്ലൈൻ ഇൻ്റർവ്യൂസ് ആണെങ്കിലും മറ്റേതാണെങ്കിലും പല ഇതും നമ്മൾ നോക്കുന്നുണ്ട്. ചാരിറ്റി ഇസ് അനദർ വൺ. വി ആർ ട്രൈങ് ടു സീ ഇഫ് വി ക്യാൻ പാർട്ട്ണർ വിത്ത് സംബഡി, എന്നിട്ട് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്കത് ചാരിറ്റി ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി മോസ്റ്റ് ഓഫ് ഇറ്റ് വിൽ കം ഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ജോയിന്റ് ട്രഷറർ ദയയെടുത്താണ്. യുവതലമുറയെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ആകർഷിക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട്, കാഞ്ച് ഗോട്ട് ടാലൻറ്റ്. അത് തുടർന്ന് കൊണ്ടുപോകാൻ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലെ
വോളണ്ടിയേഴ്സാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം കുട്ടികൾക്ക് ഉള്ള ഒരു വേദി, കോമ്പറ്റീഷൻ, അവരുടെ ടാലൻസ് പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു വേദിയാണ് അത്. എല്ലാ വർഷവും നടത്തിക്കൊണ്ട് വരുന്നത് കൂടാതെ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ 2 ദിവസമാക്കി. അതിൻ്റെ താല്പര്യം കൂടിക്കൂടി വരുവാണ്. സോ ഈ വർഷവും അത് നന്നായി നടത്താൻ നോക്കുന്നുണ്ട്. കൂടാതെ യുവ എന്ന ഒരു കുട്ടികളുടെ ഒരു സംഘടന ഒരു ചെറിയ രീതിയിൽ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചു. അതും കുറച്ചുകൂടെ കുട്ടികളെ, ടീൻസിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടുതൽ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ട് വലുതാക്കണമെന്ന് താല്പര്യമുണ്ട്. കൂടാതെ സ്പോർട്സ് ഇവൻറ്റ്സിൽ കൂടുതലായിട്ടും അഡൾട്ട്സാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തി അവർക്കും കൂടെ ഒരു അവസരം കൊടുക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. വെരി ഗുഡ്. ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ജോർജി, അംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശക്തിപ്പെടുത്തുവാനായിട്ട് സ്വീകരിച്ചിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം കാഞ്ചിന് ഓൾറെഡി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഉണ്ട്, എക്കോസിസ്റ്റം ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഡിജിറ്റൽ ആയിക്കോട്ടെ, 1-on-1 കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എക്കോസിസ്റ്റം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ ഇച്ചിരി പ്രൊആക്റ്റീവായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റീസിൻ്റെ കുറച്ച് വേദനകളും ആവശ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിലായിട്ട് ഇറങ്ങിച്ചെന്നിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാനോട് താല്പര്യമുണ്ട്. പ്രധാനമായിട്ടും ഫോർ ആൻ എക്സാമ്പിൾ കുട്ടികളുടെ ഇൻറ്റേൺഷിപ്പ് ആയിക്കോട്ടെ, ജോലിക്കാര്യം ആയിക്കോട്ടെ, ബ്ലഡ് ആവശ്യമായിക്കോട്ടെ, ഇപ്പോൾ ഇമിഗ്രേഷൻ്റെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞ് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റം, നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ ഈ വർഷം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു. അടുത്ത ചോദ്യം ട്രഷറർ ഖുർഷിദിനോടാണ്. സംഘടനയുടെ സാമ്പത്തിക സുതാര്യതയും ദീർഘകാല സ്ഥിരതയും എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്? രേഖ, അത് ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം 35 പ്രോഗ്രാംസാണ് കാഞ്ച് ചെയ്തത്. അപ്പോൾ ഈ 35 പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഈ കാഞ്ച് യൂത്ത് ഫെസ്റ്റിവൽ, കാഞ്ച് മെഗാ പൊന്നോണം, പിന്നെ സ്പോർട്സ് ഇവൻറ്റ്സ്, ബിസിനസ് ഇവൻറ്റ്സ്, അങ്ങനെ പല മേഖലകളിലും നിൽക്കുന്ന വിഭിന്നമായിട്ട് നിൽക്കുന്ന പല പ്രോഗ്രാംസാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കാഞ്ച് യുവ അല്ലെങ്കിൽ കാഞ്ച് അക്കാഡമി, അപ്പോൾ പല പല മേഖലകളിലേക്കും നമ്മൾ കൈ കടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനോട് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു നല്ലൊരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ നല്ലൊരു ബേസിസ് തന്നെ വേണം. അപ്പോൾ ഈ വർഷത്തെ ട്രഷറർ എന്ന നിലയിൽ ഞാൻ ഒരു 2-3 കാര്യങ്ങൾ എനിക്ക് ഫോക്കസ് ചെയ്യണം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻസ്, അതിനൊരു നല്ലൊരു ബേസ് ഉണ്ടാക്കണം. കാര്യം നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ട് പോയ ഒരു കാഞ്ചല്ല നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ബേസ് ഉണ്ടാക്കുകയും അത് ഓഡിറ്റേഴ്സിന് നല്ലൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ വരികയും പിന്നെ വരും കാല കമ്മിറ്റിക്ക് അതൊരു മോഡലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇത് കൊണ്ടുവരികയും, അതാണ് എൻ്റെ ഒരു ഗോള്. രണ്ടാമത്തെ ഗോള് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ഒക്കെ വേണ്ടി വരും. കാര്യം നമ്മൾ അത് കണക്കത്തെ പ്രോഗ്രാംസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്കയുടെയൊക്കെ ഏറ്റവും വലിയ അസോസിയേഷനിൽ വരുന്ന ഒരു അസോസിയേഷനാണ്. അപ്പോൾ ആ ബഡ്ജറ്റ് കൂടുന്തോറും അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ടിക്കറ്റ് സെയിൽസ് വരണം, പിന്നെ സ്പോൺസേഴ്സ് വരണം. അപ്പോൾ അതിനും ഒന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ നമ്മളിപ്പം വളരെ റീസെൻ്റ്ലി ആനുവൽ പാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇറക്കി. ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ചെയ്തത്. അതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതായത് ഒരു വർഷത്തെ പ്രോഗ്രാംസിന് നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും വരുന്നവർക്ക് അതൊരു ഉപയോഗമായിട്ട് മാറും. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മുടെ കാഞ്ചിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ലോ എന്ന് പറയുന്നത്, ഇപ്പം $5,000 മേളിലുള്ള ഏത് പ്രോഗ്രാം ആണെങ്കിലും ഇതിന് മോണിറ്റർ ചെയ്യാനായിട്ടൊരു ട്രസ്റ്റി ബോർഡുണ്ട്. അപ്പോൾ ഇതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് നമ്മുടെ ഓർഗനൈസേഷൻ നിൽക്കുന്നത് നല്ലൊരു പൊസിഷനിലാണ്. ആൻഡ് ഐ തിങ്ക് വി വാണ്ട് ടു കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. താങ്ക് യു. അടുത്ത ചോദ്യം വൈസ് പ്രസിഡന്റ് ടോം നെറ്റിക്കാടിനോടാണ്. ഇവിടെ
ഒരുപാട് ഇന്ത്യൻ മലയാളി സംഘടനകൾ വേറെയുമുണ്ട്. അവരുമായിട്ടുള്ള ഒരു സഹകരണം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി അസോസിയേഷൻ്റെ കൂടെ ഉള്ള ഒരു കൊളാബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലേക്കുള്ളൊരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വന്നിട്ടില്ല. കാരണം കാഞ്ച് ആസ് എൻ എൻറ്റിറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഇൻസ്പയർഡ് ആവുന്നുണ്ട് മറ്റ് അസോസിയേഷനിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ ദിസ് ഓൺടർപ്രണേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ തെലുഗു അസോസിയേഷൻ ആൻഡ് തമിഴ് അസോസിയേഷൻ ദേ ആർ ഡൂയിങ് ദാറ്റ് ഫോർ സോ മെനി ഇയേഴ്സ്. അപ്പം നമ്മൾ അവരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമുക്ക് വി നീഡ് ടു ബ്രിങ് എവറിഥിങ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ അസോസിയേഷൻസിൻ്റെ അടുത്തു നിന്നുള്ള ഇൻസ്പയർ ആവുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എവിടെ കണ്ടാലും നമ്മളത് ചെയ്യാൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കോഎക്സിസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഇപ്പം നമ്മൾ ഇവിടെയുള്ള എല്ലാ മലയാളി അസോസിയേഷൻസിൻ്റെയും അല്ലെങ്കിൽ ചെറിയ സംഘടനകളായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാവരുടെ അടുത്തുനിന്നും ഇപ്പോൾ ഒരു ഓണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വരെ നമ്മൾ എല്ലാ അസോസിയേഷൻസിൻ്റെ അടുത്ത് സംസാരിച്ച് എല്ലാവർക്കും ഓക്കെ ആവുന്ന ഒരു ഓവർലാപ്പ് ഇല്ലാതെ ഒരു ഡേറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. അതെല്ലാ വർഷവും കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലൊന്നും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വർക്ക് ചെയ്യട്ടെ. അതുപോലെ മറ്റുള്ള അസോസിയേഷൻ ഇൻസ്പയർഡ് ആവാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് ഇൻസ്പയർഡ് ആവുന്നത് നമ്മൾ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഡൂയിങ് ദാറ്റ്. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓണം മലയാളികളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ആഘോഷമാണ്. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഓണാഘോഷമായി മാറിയിരിക്കുകയാണ് കാഞ്ചിൻ്റെ. നമ്മളെല്ലാവരും അതിൽ അഭിമാനിക്കുന്നു. ഈ യാത്രയെക്കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ വളർച്ചയെ കാണുന്നത്? ഇതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ച തന്നെയാണ്. ഓവർ എ പീരീഡ് ഓഫ് മെനി ഇയേഴ്സ് നമുക്ക് കൂടുതൽ മലയാളി പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഇമിഗ്രേഷൻ വഴി ആൾക്കാർ കൂടുതൽ വരുന്നതാവാം. പക്ഷെ എന്തായാലും നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആയിട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 2.5 months മുമ്പേ മുതൽ ഒരുപാട് വോളണ്ടിയേഴ്സ്, അത് പൂക്കളത്തിൻ്റെ ഒരു ഗ്രൂപ്പ്, അതിലും 10-25 ആൾക്കാർ, സദ്യക്ക് 100ഓളം ആൾക്കാർ, പിന്നെ പൊസഷന് വേറൊരു ഗ്രൂപ്പ്, ഡെക്കറേഷന് വേറൊരു ഗ്രൂപ്പ്. ദർ ആർ സോ മെനി ഗ്രൂപ്പ്സ് ഇൻ ദർ ആൻഡ് അതിലൊക്കെ വോളണ്ടിയേഴ്സ് ഉണ്ട് ആൻഡ് ദർ ആർ ഓൾ പ്ലാനിങ് ടു വർക്ക് ഓൺ ഇറ്റ്, റൈറ്റ്? സോ ഒരുപാട് പ്ലാനിങ്ങും എഫേർട്ടും ഇതിൻ്റെ പിന്നിലുണ്ട്. അന്നത്തെ ദിവസം കഴിക്കുന്നവർക്ക് അവർ ഗോൾ ഇസ് ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അത് നമ്മൾ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കുറേ പുതിയ കൾച്ചറൽ ആസ്പെക്റ്റുകൾ നമ്മൾ നാട്ടിൽ കാണുന്ന കോൽക്കളിയൊക്കെ കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്നിരുന്നു. സോ വി ട്രൈ ടു ആഡ് മോർ സ്റ്റഫ് ഇൻ ദർ. അപ്പോൾ അതൊരു ഓവർനൈറ്റ് ആക്ടിവിറ്റി അല്ല, നമ്മളത് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതിനും ഹ്യൂജ് വോളണ്ടിയർ സപ്പോർട്ടുള്ള ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ അതിലെ പരിപാടികളാണെങ്കിലും സദ്യ ആണെങ്കിലും ഡെക്കറേഷൻസ് ആണെങ്കിലും വി പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ദാറ്റ്, റൈറ്റ്? ബിക്കോസ് സദ്യ വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് നമുക്ക് നല്ല അടിപൊളി ആൾക്കാരുണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കാലങ്ങളായിട്ട്. ഡെക്കറേഷൻസ്, ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ആൾക്കാരെല്ലാവരും ഒരുങ്ങി വരുമ്പോൾ വി ഹാവ് ടു പ്രൊവൈഡ് ദർ എൻവയോൺമെൻറ്റ് അവർക്ക്. പിന്നെ നമ്മൾ ആ ഫാമിലി എൻവയോൺമെൻറ്റാണ് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ ഫണ്ടമെൻ്റലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അതൊക്കെയാണ് നമ്മുടെ ഓണം മെയിനായിട്ട് ഹിറ്റ് ആവാനുള്ള മെയിൻ കാരണം എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും വലിയൊരു ആഘോഷം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ലോജിസ്റ്റിക്കായിട്ട് കുറേ വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട്. എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പിന്നിലുള്ള കൂട്ടായ്മയാണ് അതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയും ഒരുപാട് വോളണ്ടിയേഴ്സ്, ഒരുപാട് സ്പോൺസേഴ്സ്. കാരണം ഇത് ഹ്യൂജ്, ഇത് മോർ ദാൻ 125-130K ഒരു ബഡ്ജറ്റാണ് നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ അത്രയും പരിപാടി ചെയ്യണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് സെയിൽ വേണം, സ്പോൺസർഷിപ്പ് വേണം, പിന്നെ ഒരുപാട് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഓൾവേസ് ബി എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ഹിക്കപ്സ് ഉണ്ടാവും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് ആ ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്. ബട്ട് ദാറ്റ് വി സംഹൗ മാനേജ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്ട്രെങ്ത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുപാട് പേരുണ്ട്, അതാണ് നമ്മുടെ മെയിൻ സ്ട്രെങ്ത്. സോ പണ്ടൊക്കെ ഈ പരിപാടിക്ക് വരാൻ ഒരു 500 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ 1000-1500 ആൾക്കാർ മേലെ ഈ പരിപാടി പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട്, അല്ലേ? അതെ. ഇപ്പോൾ നമ്മുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് പറ്റിയൊരു കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥലം കിട്ടുന്നില്ല. അത്രയും ആൾക്കാർക്ക് സദ്യ കൊടുക്കാനും അങ്ങനെ ഓഡിറ്റോറിയം എല്ലാം കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു വെന്യൂ ആണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം നമ്മൾ ഒരുപാട് വളർന്നു കഴിഞ്ഞു, ഇനി അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കേണ്ട സമയമായി. ഈ വർഷത്തെ ഓണം അടിപൊളിയാവട്ടെ. ഓണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ കാഞ്ചിൻ്റെ ഓണം എന്ന സങ്കല്പം ഇപ്പോൾ ഒരു ട്രൈ സ്റ്റേറ്റിലെ മലയാളികളുടെ ഓണം എന്നുള്ളൊരു സങ്കല്പമാണ്. കാരണം ഇപ്പം നമ്മളുടെ ഒരു കഴിഞ്ഞ കുറേ വർഷത്തെ ഡേറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓണത്തിന് വരുന്ന മലയാളികൾ പുതിയ ഒത്തിരി പേര് വരുന്നുണ്ട്.
അവരുടെ ഒരു തുടക്കം, ഒരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു തുടക്കം തന്നെ കാഞ്ചിന്റെ ഓണത്തിലൂടെയാണ് അവിടെ വരുന്നത്. കാരണം വരിക, എല്ലാവരെയും കാണുക, പിന്നെ നമ്മൾ ഒത്തിരി വെൻഡേഴ്സിനെയൊക്കെ നമ്മളവിടെ ചെയ്യും. അപ്പം ഷോപ്പിങ്ങിനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ നല്ല സദ്യ, കാഞ്ചിന്റെ ഓണത്തിന് സദ്യ എന്ന് പറഞ്ഞാൽ അതൊരു ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പം ശരിക്കും ഒരു ഉത്സവം തന്നെയാണ് ഈ വർഷവും മുന്നോട്ട് നോക്കുന്നു. പിന്നെ ഈ വോളണ്ടറി സപ്പോർട്ടിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പോൾ നമ്മളുടെ ഓണത്തിൻ്റെ തലേ ദിവസത്തെ ഒരു 100-300 പേര് വന്നിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അത് തന്നെ ഒരു ആഘോഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു കല്യാണ വീട്ടിൽ തലേദിവസം, പണ്ടത്തെ ഒരു കല്യാണ വീട്ടിൽ തലേദിവസം എന്തൊക്കെയാണ് നടക്കുന്നത്, അതേപോലെ ഒരു 2500 ഇല കഴുകി തുടച്ച് കട്ട് ചെയ്ത് ആ ട്രെയിലാക്കി അതെല്ലാം അടുക്കി വെക്കുക, പൂക്കളം ഇടുക, ഡെക്കറേഷൻസ്, പിന്നെ തട്ടുകട ഉണ്ടാക്കുക, അങ്ങനെ പല പരിപാടികൾ, റൈറ്റ്. അപ്പോൾ ഈ ഒരു ഇത്രയധികം ആളുകൾ വന്ന് ഒരു ആഘോഷമായിട്ട് നമ്മളെല്ലാവരും ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ് കാഞ്ചിൻ്റെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈവൻ നമ്മൾ ഈ കമ്മ്യൂണിറ്റി അസോസിയേഷൻ കമ്മിറ്റി മെമ്പേഴ്സ് അടക്കം ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഈ 400-500 വോളണ്ടിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്രയും എഫിഷ്യൻ്റായിട്ട് ഈ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കാഞ്ചിൻ്റെ ഓണം ഓൾറെഡി ഒരുപാട് വളർന്നു. നമുക്കിപ്പം ഈ 2500, 3000, 4000 എത്തിക്കാനുള്ള ഒരു അത്രയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയാണത്. പക്ഷേ അതിന് പറ്റിയൊരു വെന്യൂ നമുക്കിപ്പോൾ ഇല്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 1500 ഇതിലൊക്കെ നിർത്താനായിട്ടാണ് നമുക്ക് നിർവാഹമുള്ളൂ ഇപ്പോൾ തൽക്കാലം. ഓണത്തിനെ കുറിച്ച് നമ്മുടെ പ്രസിഡന്റ് വിജയ് പറഞ്ഞപ്പോൾ എനിക്ക് വിജയുടെ ആ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിട്ട് കണ്ടു. അതുപോലെ തന്നെയാണ് നമ്മുടെ എവറി കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ ന്യൂജേഴ്സിയിലെ നമ്മുടെ വോളണ്ടിയേഴ്സ്, എല്ലാവർക്കും ആ ഓണം എന്ന് പറയുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീലാണ്. അപ്പം നമ്മുടെ എല്ലാ പേരും ഉറ്റുനോക്കുന്നു, കമ്മിറ്റിക്കാരായാലും നമ്മുടെ വോളണ്ടിയേഴ്സ് ആയാലും ന്യൂജേഴ്സിക്കാരായാലും ജനുവരിയിൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഓണത്തിനെ കുറിച്ച് ഉറ്റുനോക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ഓണം കഴിയുമ്പോൾ, സെപ്റ്റംബർ കഴിയുമ്പോൾ നമ്മളൊന്ന് സ്ലോ ഡൗൺ ആവുകയും ചെയ്യും. അതാണ് സാധാരണ നമ്മുടെ ഒരു ഇത്. ഇപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഓണവും ഇപ്രാവശ്യവും മെഗാ പൊന്നോണം തന്നെ ആയിരിക്കും. നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന മലബാർ ഇപ്രാവശ്യവും നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇപ്രാവശ്യവും നമ്മുടെ ഓണം വളരെ നന്നായിട്ട് തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലേ? ദയക്ക് എന്താണ് ഓണത്തെക്കുറിച്ച് പറയാനുള്ളത്? ഈ പറഞ്ഞത് കണക്ക് ഓണത്തിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു 4-5 മാസം മുന്നേ തുടങ്ങും. നമ്മുടെ ജാനുവരിയിലെ പരിപാടി കഴിയുന്ന ഉടനെ തന്നെ തുടങ്ങും. നമ്മൾ കുറേ അധികം വോളണ്ടിയേഴ്സ് ഉൾപ്പെടുത്തിയാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല ലോജിസ്റ്റിക്കൽ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ച് ഒരു 2 മാസം മുന്നേ ലിസ്റ്റ് ഉണ്ടാക്കി നമ്മളിപ്പം സാധനങ്ങൾ കൂടിയതിന് ശേഷം നമ്മൾ കാഞ്ചിനൊരു സ്റ്റോറേജ് തന്നെ എടുത്തിട്ടുണ്ട്. അവിടെയാണ് എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്തേക്കുന്നത്. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് ഈ ഓരോ ടീംസിനും വേണ്ടുന്ന സാധനങ്ങൾ 1-1.5 മാസം മുന്നേ അവരുടെ കയ്യിൽ നിന്ന് ലിസ്റ്റ് മേടിച്ച് അതൊക്കെ ഓർഡർ ചെയ്യണം. പിന്നെ അതെല്ലാം വരുമ്പോൾ അതിൻ്റെ ലിസ്റ്റ് റെഡിയാക്കണം. പിന്നെ അന്നത്തെ ദിവസം ഓരോരുത്തർക്കും വേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ ലീഡ്സിൻ്റെ കയ്യിൽ എത്തിക്കണം. ഇതൊക്കെ നമ്മുടെ വോളണ്ടിയേഴ്സും നമ്മുടെ ടീം മെമ്പേഴ്സും കൂടെ പ്ലാൻ ചെയ്താണ് ഈ പല കാര്യങ്ങളും നടത്തുന്നത്. കഴിഞ്ഞ വർഷം 2 വർഷമായിട്ട് നമ്മൾ കാണുന്നത് മാവേലി വരുന്നത് റോൾസ് റോയ്സിലും അല്ലെങ്കിൽ കുതിരവണ്ടിയിലുമാണ്. ഈ വർഷം വല്ല ഹെലികോപ്റ്റർ എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ? അതൊരു സർപ്രൈസ് എലമെൻ്റ് ആയിട്ട് ഇരിക്കട്ടെ. വിദേശത്ത് വളരുന്ന നമ്മുടെ കുട്ടികൾക്ക് മലയാള ഭാഷയും സംസ്കാരവും കൈമാറാനായിട്ട് കാഞ്ച് എങ്ങനെയാണ് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ടോ? നമ്മൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ മലയാളം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. കുട്ടികളെ മലയാളം പഠിപ്പിക്കാനും അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാനുമായിട്ട്. അഗെയിൻ അതിന് നമുക്ക് വളരെ ചുരുക്കം ചില വോളണ്ടിയേഴ്സിൻ്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് അത് റൺ ചെയ്ത് പോകുന്നത്. പക്ഷേ അത് നടക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ എൻവയോൺമെൻറ്റ് നമ്മുടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നതിലൊക്കെ നമ്മൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷനിൽ തന്നെ അവർ കൂടുതലും മലയാളം സംസാരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ദാറ്റ് ഹെൽപ്സ് ദം, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ വി ആർ സീയിങ് മോർ കിഡ്സ് ടോക്കിംഗ് ഇൻ മലയാളം. അവരുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഫ്രണ്ട്സ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് ഉള്ള കാരണം കൊണ്ട് യുനോ വി ആർ സീയിങ്
കിഡ്സ് ഗെറ്റിംഗ് ബെറ്റർ അറ്റ് മലയാളം, റൈറ്റ്? ഇപ്പോൾ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിലാണെങ്കിൽ ഇപ്പോൾ മലയാളം എലക്യൂഷൻ അതൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ആയിട്ട് തന്നെ നമ്മൾ കോമ്പറ്റീഷൻ വയ്ക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഓവറോൾ അതിൻ്റെ ഒരു ആസ്പെക്ട്. പിന്നെ നമുക്ക് വേറെ നമ്മൾ കാഞ്ചല്ലാതെ വേറെ പള്ളിയിലാണെങ്കിലും വേറെ ചില അമ്പലങ്ങളിലാണെങ്കിലും അവരും മലയാളം പഠിപ്പിക്കുന്നതുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇത് ഐ തിങ്ക് വി ആർ ഗെറ്റിംഗ് സംവെയർ. കാഞ്ച് മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതും നല്ലൊരു ക്വസ്റ്റ്യനാണ് രേഖ. കാര്യം സാധാരണ കാഞ്ച് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് വിഭിന്നമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാര്യം ഏതെങ്കിലും ഒരു നല്ലൊരു കമ്പനിയുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് നല്ലൊരു പ്രോഗ്രാം, അതായത് അതിൻ്റെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാം, ഒരുപാട് ആൾക്കാരെ പങ്കെടുപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലും, അതുപോലെ തന്നെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രം ഒതുങ്ങാതെ ബാക്കിയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ബാക്കിയുള്ള അമേരിക്കൻ കമ്മ്യൂണിറ്റിയും ഒക്കെ ആയിട്ട് ഒരു കൊളാബറേഷൻ ചെയ്ത് ഏതെങ്കിലും ഒരു 1-2 നല്ല കോഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അണിയറ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം എന്തായാലും ഇങ്ങനെയുള്ള 1-2 പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പരിപാടി കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി. അവസാനമായി എല്ലാവരോടും കൂടി ഒരു ചോദ്യം. പ്രവാസി ചാനൽ മുഖേന ലോകമെമ്പാടുമുള്ള മലയാളികളോട് എന്തെങ്കിലും ഒരു സന്ദേശം നൽകാനുണ്ടോ? എല്ലാവർക്കും ഉത്തരം പറയാം. നല്ലൊരു ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കാഞ്ച് എന്നതിനേക്കാളുപരി ഒരു മലയാളി എന്ന രീതിയിൽ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ മലയാളീസിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ജാതി മത ഭേദമന്യേ ആ ഒരു ഹാർമണിയും ആ ഒരു സാഹോദര്യം എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ കാഞ്ചിൽ അത് വളരെ വിസിബിളായിട്ട് കാണാവുന്നൊരു കാര്യമാണ്. അതായത് എല്ലാവരും ഒരേ രീതിയിൽ ഒരുപാട് സ്നേഹത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളുടെ എല്ലാ പ്രോഗ്രാമും പങ്കെടുക്കുന്നതും സഹകരിക്കുന്നതുമെല്ലാം. അപ്പോൾ അതേപോലെ തന്നെ മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും സ്നേഹത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രവാസി ചാനലിൻ്റെ പ്രേക്ഷകരോട് നമ്മുടെ സ്വന്തം നാട് വിട്ടിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്ന നമ്മളെല്ലാവരും ഇനിയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ട് പോകണം. കാരണം നമ്മൾക്കെല്ലാവർക്കും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയുണ്ട്, ഈ രാജ്യത്തുണ്ട്. അപ്പം എല്ലാവർക്കും നന്മകൾ നേരുന്നു. പ്രവാസി ചാനലിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ഇപ്പോൾ 25 വർഷത്തിന് മേളിലായി. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് നാടിൻ്റെ നന്മകളും അത് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ നിലനിർത്താം എന്നുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ അസോസിയേഷൻസ് വഴിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ആലോചിക്കുമ്പോൾ നാട്ടിലെ നല്ല കാര്യങ്ങൾ ഇവിടെ ചില സമയത്ത് നാടിനേക്കാളും നന്നായിട്ട് നമ്മൾ ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെയൊക്കെ പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും എല്ലാ അസോസിയേഷൻസും ഉള്ളത് മനുഷ്യൻ്റെ നന്മയ്ക്കും അവരുടെ സ്നേഹപരമായ ഒരു ഒത്തൊരുമയ്ക്കും വേണ്ടിയിട്ടാണ്. അത് തന്നെ എല്ലാവരും ചെയ്യുമാറാകട്ടെ. അതാണ് എൻ്റെ സന്ദേശം. താങ്ക് യു. അമേരിക്കയിൽ വന്നിട്ട് 10-25 വർഷമായി. പക്ഷേ ഇപ്പോഴും നാട്ടിലെ ഓണവും കുട്ടിക്കാലത്ത് നമ്മൾ ഓണത്തിന് എന്തൊക്കെ ചെയ്തു എന്നുള്ളതുമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. അത് നമ്മുടെ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനാണ് നമ്മൾ ഈ പ്രവാസികളായ മലയാളികൾ ഈ ഓർഗനൈസേഷൻസ് വഴി ശ്രമിക്കുന്നത്. അതിൽ കൂടെ നമ്മൾ കുട്ടികളെ വേറൊരു കാര്യം കൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, സെൽഫ്ലെസ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യാൻ മുന്നോട്ട് വരണം. നമ്മളെല്ലാം വോളണ്ടിയറിങ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ വോളണ്ടിയറായിട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കമ്മ്യൂണിറ്റിക്ക് എന്ത് നന്മ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ കുട്ടികളിലേക്ക് ആ ഒരു സന്ദേശം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ അങ്ങനെ ഒരു മനസ്ഥിതി എല്ലാ കുട്ടികൾക്കും
നമ്മുടെ കൂടെ ഉള്ളവർക്കും അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തൊരുമയോടുകൂടി ഈ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. പ്രവാസി ചാനലിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള മെസ്സേജ് ഒരു യൂണിറ്റിയുടെ മെസ്സേജാണ്. എസ്പെഷ്യലി ഇക്കൊല്ലം വിത്ത് ഓൾ ദ തിങ്സ് ആർ ഗോയിങ് അറൗണ്ട് ദ വേൾഡ് റൈറ്റ് ആൻഡ് AI കമ്മിങ് ദർ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്, ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ ഇയർ വെർ വി നീഡ് ടു ബി ടുഗെദർ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു മെസ്സേജാണ്. ബാക്കി നമ്മുടെ ടീമിൽ എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ആ ഒരു മെസ്സേജാണ് എനിക്ക് തരാനുള്ളത്. വി നീഡ് ടു സപ്പോർട്ട് ഈച്ച് അതർ, വി നീഡ് ടു ബി സേഫ് ഔട്ട് ദെയർ, വി നീഡ് ടു ബി വെൽ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ കാഞ്ചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എല്ലാ പ്രോഗ്രാമിനും കാണാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ഡു കം ആൻഡ് സപ്പോർട്ട് അസ്. ഇത്രയും നേരം പ്രവാസി ചാനലിന് വേണ്ടി സമയം കണ്ടെത്തിയ കാഞ്ച് ടീമിന് എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രവാസി ചാനലിൻ്റെ സപ്പോർട്ടും വാഗ്ദാനം ചെയ്യുന്നു. 15ാം വാർഷികം ആഘോഷിക്കുന്ന പ്രവാസി ചാനലിൻ്റെ ദി ഗോൾഡൻ അവർ എന്ന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത സെഗ്മെൻറ്റുമായി കാണും വരെ ഞാൻ രേഖ പ്രദീപ് സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.